നിയമസഭാംഗമല്ലേ? സോറി സാർ, ഇവിടെ MLAയുടെ വാഹനം മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം ചിരി പടർത്തിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് അത്. MLA മാത്യു ടി തോമസിന്റെ അനുഭവം കൂടിയാണ്. എനിക്ക് തോന്നുന്നു MLA പറയുമ്പോഴായിരിക്കും അതിൽ കുറച്ചുകൂടി. പോസ്റ്റിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ് സത്യത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരും ഒന്ന് ചിരിക്കട്ടെ. രണ്ട്, നിയമസഭാംഗം എന്ന മലയാളം വാക്കിന് ഒരു പ്രചരണം, ഒരു സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാൻ ലക്ഷ്യമിട്ടാണ്. MLA എന്ന് പറഞ്ഞാൽ ഇന്ന് പൊതുസമൂഹത്തിനും അറിയത്തുള്ളൂ. ഈ വാച്ചൻവാടിനെ എന്തിനാ കുറ്റം പറയുന്നത്? നമ്മുടെ MLAമാരും നിയമസഭാംഗം ഒന്നും തിരുത്താൻ തയ്യാറായിട്ടില്ല. ഞാൻ പല ആളുകളും സംസാരിക്കുമ്പോഴും MLA എന്ന് വെച്ചാൽ റോഡിൽ ഒരു പ്രയോറിറ്റി കിട്ടുള്ളൂ, ഒരു വെയിറ്റ് കിട്ടും. എൻ്റെ ഡ്രൈവർക്കും പരാതിയാണ് ഞാൻ ഈ നിയമസഭാംഗം എന്ന് എഴുതുന്നത്. ഒന്ന്, ഞാൻ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ നിരത്തുകളിൽ ആർക്കും അമിത പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല, പ്രയോറിറ്റി പാടില്ല എന്നുള്ള നിലപാടുകാരനാണ്. അത് പോട്ടെ, അതിപ്പോൾ ചില ഘട്ടങ്ങളിൽ അത് മാറ്റം വരുത്തേണ്ടി വരും. മുഖ്യമന്ത്രിയൊക്കെ പോകുമ്പോൾ എല്ലാവരും കിടക്കുന്നില്ല, അല്ലെങ്കിൽ കിടക്കണമെന്നൊന്നും ഞാൻ പറയില്ല. ഗവർണറെയൊക്കെ തടഞ്ഞു നിർത്തണമെന്നൊന്നും പറയാൻ അതൊന്നും പ്രായോഗികമല്ല. പക്ഷേ ആ ഒരു ആശയമാണ്. അപ്പോൾ അമിതമായി പ്രാധാന്യം കിട്ടുക എന്നുള്ളൊരു ആശയം മനസ്സിൽ നിന്ന് കളയുക. ഒന്നാമത്, ഞാൻ നിയമസഭാംഗം എന്ന ബോർഡ് വെക്കുന്നത് ഈ മലയാളത്തിൽ എഴുതാൻ വേണ്ടി മാത്രമാണ്. എൻ്റെ സ്നേഹിതൻ സുരേഷ് കുറുപ്പ് ഒരു ബോർഡും വെക്കാതാണ് എല്ലാ കാലവും യാത്ര ചെയ്യുന്നത്. ഒരു MLA എന്നുള്ള ബോർഡും വെക്കില്ല, MP ആയിരുന്നാലും MP എന്നുള്ള ബോർഡും വെക്കില്ല. ഞാൻ ആദ്യം നിയമസഭയിലെത്തുന്നത് 87. അന്ന് ഇവിടെ കേരളത്തിൽ 3-4 MLAമാർക്ക് മാത്രമേ വണ്ടിയുള്ളൂ. ഞങ്ങളെല്ലാം KSRTC ബസ്സിലാണ് കയറി പോയിക്കൊണ്ടിരുന്നത്. അന്ന് ആരും MLA എന്നുള്ള ബോർഡ് വെക്കാറില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് MLA എന്ന ബോർഡ് വെക്കുന്നതിന് മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി അനുവാദം കൊടുത്തത്. അപ്പോൾ ഞാൻ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ അത്തരത്തിൽ അനുമതി ജുഡീഷ്യൽ ഓഫീസേഴ്സിനൂടെ വേണമെന്ന് പറഞ്ഞ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് എന്നെ ഒന്ന് സമീപിക്കുകയും അനുമതി കൊടുക്കുകയും ചെയ്തു. അല്ലാതെ തന്നെ വെച്ചുകൊണ്ടിരുന്നതിനെ ഹൈക്കോടതി വിമർശിച്ചപ്പോഴാണ് അനുമതി കൊടുത്തത്. അപ്പോൾ ഈ ബോർഡ് വെച്ച് റോഡിൽ പ്രയോറിറ്റി എന്നുള്ള ഒരാശയം നമ്മുടെ മനസ്സിൽ നിന്ന് കളയണം. ഒന്ന്. രണ്ട്, ഞാൻ ബോർഡ് വെക്കുന്നത് പ്രധാനമായും ഈ മലയാളത്തിലുള്ള നിയമസഭാംഗം എന്ന ആ പേരിന്, ആ വാക്കിന് ഒരു പ്രചാരം കൊടുക്കാൻ വേണ്ടിയാണ്. ഔദ്യോഗിക ഭാഷാ സമിതിയുടെ അധ്യക്ഷനായതിനു ശേഷമാണ് അങ്ങനെ മാറ്റം. അതിന് മുമ്പേ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഞാനൊരു 10-15 വർഷമായിട്ട് മലയാളത്തിൽ തന്നെ. ആദ്യം ഞാൻ MLA എന്നുള്ള ബോർഡ് വെച്ചിരുന്നു, പക്ഷേ എടുത്ത് കളഞ്ഞു. നിയമസഭാംഗം എന്നാണ് 15-16 വർഷമായിട്ട് ഇത് തന്നെ വെക്കുന്നത്. തോന്നുന്നു അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡ്രൈവർ വിഷ്ണു പറയും MLA എന്ന് എഴുതുന്നതാണ് ഒരു ഗമ. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യം? എനിക്ക് ഗമയില്ലാതെ പോകാനും ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഗമയില്ലാതെ ജീവിക്കണം. ഈ MLAയും ജനപ്രതിനിധി എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ യജമാനന്മാരല്ലല്ലോ, ദാസന്മാരാണെന്നുള്ള സങ്കല്പത്തിലാണ് ഞങ്ങളൊക്കെ പോകുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി അവിടെയുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും മലയാളത്തിന് നമ്മൾ ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിലും നിയമസഭാംഗം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ല എന്നൊരു കാര്യം. അറിയില്ല. ഞാൻ ഒരു വർഷം മുമ്പ് ബാംഗ്ലൂർ വരെ വണ്ടി ഓടിച്ച് പോയി. ബാംഗ്ലൂരിൽ പിന്നെ നിയമസഭ ആർക്കും അറിയില്ല. വരുന്ന വഴി കാഞ്ഞിരപ്പള്ളിയിൽ കാപ്പുടിക്കാൻ കയറി, ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ ഒരാൾ വന്ന് ചോദിച്ചു, നിയമസഭയിൽ എന്താ ജോലി എന്ന് ചോദിച്ചു. നിയമസഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ വാച്ചൻവാടിനെയും പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നില്ല. ഇല്ല, നമ്മുടെ കുട്ടികൾ, വിദ്യാസമ്പന്ന ആളുകളുടെ അടുത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പടം കാണിച്ചിട്ട് ആരാന്ന് ചോദിച്ചാൽ ആരാന്നറിയാൻ വയ്യാത്ത ആളുകളാണ്. നമ്മൾ പൊതുസമൂഹം ഇത്തരം കാര്യങ്ങൾ താല്പര്യം കാണിക്കുന്നത്. അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞില്ല എന്നും പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവിനെ, ഇന്ദിരാഗാന്ധിയും ഒക്കെ തിരിച്ചറിയാൻ കഴിയാത്ത സമൂഹം മാത്യു ടി തോമസ് തിരിച്ചറിയണമെന്ന് പറയാൻ ഞാൻ അത്ര വലിയ പ്രമാണിയൊന്നുമല്ലല്ലോ. മലയാളം സ്ഥിരസമിതി അധ്യക്ഷൻ എന്ന തരത്തിലൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ MLAമാരൊന്നും ഇത് മാറ്റാൻ തയ്യാറായിട്ടില്ല, MLA എന്നുള്ളതാണ്. അപ്പോൾ അത്ര ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതുകൂടി ആളുകൾക്ക് അറിയണം. ഞങ്ങൾ നിയമസഭയുടെ ഔദ്യോഗിക ഭാഷാ സമിതി എല്ലാ ബോർഡുകളും മലയാളത്തിലാക്കണം, സർക്കാർ വാഹനങ്ങളുടേത് എന്നടക്കം നിർദ്ദേശം നേരത്തെ വെച്ചിട്ടുണ്ട്. നിയമസഭാംഗം എന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഗവൺമെൻറ് വാഹനങ്ങളിൽ പോലും മലയാളത്തിലാക്കണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിലെ ബോർഡുകൾ മലയാളം കുറേയൊക്കെ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് പരിശോധിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളുടേതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വായിക്കാം, മറ്റാളുകളും വരുന്നതുകൊണ്ട് വായിക്കാൻ കൂടി എളുപ്പത്തിനായിരിക്കും. MLA എന്ന് 3 അക്ഷരം വായിക്കുന്നു, നിയമസഭാംഗം എന്ന് വായിക്കുന്ന സമയം ബുദ്ധിമുട്ടുണ്ടാവും. അതായിക്കോട്ടെ, അത് ഞാൻ വെക്കുന്ന ഇത് വെക്കാൻ വേണ്ടിയാണ് ഞാൻ വെച്ചേക്കുന്നത്. വേറൊരു കാര്യം, മാത്യു ടി തോമസ് ആ ഒരു പോസ്റ്റ് ഇടുന്നതിന് പിന്നാലെ തന്നെ ഭയങ്കര രസകരമായ കമൻറ്റുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ ചോദിക്കുന്നു, വാച്ചൻവാർഡിന് മലയാളി അല്ലേ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഇനി മാത്യു ടി തോമസിൻ്റെ കയ്യിൽ വാച്ചൻവാർഡിന് കിട്ടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു, മറ്റാരുടെയും കയ്യിലാണെങ്കിൽ പെട്ടേനെ തുടങ്ങി നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എനിക്ക് പല അനുഭവങ്ങളുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സെക്രട്ടേറിയറ്റിലെ സെക്യൂരിറ്റി എന്നെ തടഞ്ഞിട്ടുണ്ട്. മന്ത്രിയായിരിക്കുമ്പോൾ പാസ് ചോദിച്ചു, തടഞ്ഞു കഴിഞ്ഞാൽ പാസ് ചോദിച്ചു. അപ്പം ഞാൻ മന്ത്രിക്ക് പാസ് ഇല്ലയെന്ന് എൻ്റെ അറിവ്, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പോക്കറ്റിൽ MLAയുടെ പഴയ കാർഡ് ചെയ്ത് MLAയുടെ കാർഡ് എടുത്ത് കാണിച്ചു വിളിച്ചു. MLA ആയിരുന്നെങ്കിൽ ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ അനുഭവങ്ങളാണ്. പക്ഷേ ഞാൻ 87-ൽ MLA ആയിരുന്ന സമയത്ത് വേറൊരു MLA, എൻ്റെ ജില്ലയിൽ നിന്ന് തന്നെ ഒരു MLAയോട് പാസ് ചോദിച്ചപ്പം അദ്ദേഹം വാച്ചന്മാരെ സെക്യൂരിറ്റി അടിക്കാൻ പിടിച്ചു. വലിയ പ്രശ്നമായിരുന്നു. ഞാൻ പിന്നെ എന്തോ കയറി പിടിച്ച് വലിച്ചു മാറ്റുമായിരുന്നു അദ്ദേഹത്തെ.
നമ്മളിതൊക്കെ ഒരു ആസ്വദിക്കുന്നതാണല്ലോ ജീവിതത്തിൻ്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും അങ്ങനെ ഇപ്പോൾ MLA ആണ് അല്ലെങ്കിൽ മന്ത്രിയാണ് അങ്ങനെ ഒരു തിരിച്ച് ആളുകൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്ന് തോന്നുമ്പോൾ അവർക്ക് ദേഷ്യം വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മാത്യു ടി തോമസ് വളരെ രസകരമായി MLA അതിനെ എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ എടുക്കാൻ പാടുള്ളൂ. നമ്മളാരുടെ യജമാനന്മാരല്ലല്ലോ, നമ്മളെ ജനസേവകരല്ലേ. ഈ നിയമസഭാംഗം എന്നുള്ളത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ ഇത് ഈ പോസ്റ്റ് ഇട്ടതും അതിനൊരു പ്രചരണം കൊടുക്കാൻ വേണ്ടിയാണ്. പിന്നെ ഞാനൊരു കൗതുകം ആസ്വദിക്കാൻ വേണ്ടി കൊടുത്തതേ ഉള്ളൂ, അല്ലേ അത് പരാതിയായിട്ട് എഴുതിയല്ല. അതാണ്, മറ്റ് പരാതികളായിട്ടൊന്നുമല്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ MLA എന്നതിനൊപ്പം തന്നെ നിയമസഭാംഗം എന്നുള്ള ആ പേര് കൂടി എല്ലാവരും അറിയണം എന്നുള്ളതാണ്. രസകരമായുള്ള ആ പോസ്റ്റിന് വലിയ തരത്തിലുള്ള കമൻറ്റുകളൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു MLA ഒപ്പം റിപ്പോർട്ടർ സുനിഷ ഇല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.